യുദ്ധത്തിന് പോകാൻ ആരൊക്കെ ഉണ്ട്? രാവിലെ ആയല്ലേ, പക്ഷെ എഴുന്നേക്കാൻ വേണ്ടി തോന്നണില്ല. ഓ വെയിറ്റ്, ഷിൻചാൻ എന്താണ് അവിടെ ചെയ്തോണ്ടിരിക്കണത്? ഇപ്പൊ രാവിലെ തന്നെ നേരം വെളുക്കുവാണല്ലോ ദൈവമേ, അവൻ എന്താണ് അവിടെ ചെയ്യണത്? ഈ ഷിൻചാൻ മകിഴ്മതി സാമ്രാജ്യം നമുക്ക് രക്ഷിക്കണം. ഒരു 4 ഭടന്മാർ കിഴക്ക് തെക്കേ ഭാഗത്തേക്ക് പോട്ടെ, ഒരു 5 ഭടന്മാർ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോട്ടെ. എന്താ ഇവിടെ ഒരു യുദ്ധം തന്നെ നടക്കാന്ന് തോന്നണല്ലോ. ഷിൻചാനെ എന്താണ് അവിടെ പരിപാടി? എന്തൊക്കെയാണ് അവിടെ നിറച്ച സാധനങ്ങൾ എടുത്ത് വെച്ചേക്കാണല്ലോ അകത്തേക്ക്. ഓ എത്ര പോകാനും പറ്റുന്നില്ല. ഓക്കെ, എന്താണ് ഷിൻചാനെ, എന്താ ഇവിടെ സംഭവം? ഫ്രാങ്ക്ലിൻ ഭയ്യ അതൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇവിടെ കളിക്കുമായിരുന്നു. ഫ്രാങ്ക്ലിൻ ഭയ് എത്ര കളിക്കണ? ഈ ഡ്രസ്സ് വെക്കണ റൂമിൽ നടക്കാൻ പറ്റാതാക്കിട്ടാണ് നീ കളിക്കണത്. എന്താണ് ഷിൻചാനെ നീ ഇവിടെ വലിച്ചു വാരിട്ടേക്കണേ? എന്താ ഇതൊക്കെ? ഫ്രാങ്ക്ലിൻ ഭയ്, അത് പിന്നെ ഇതൊക്കെ എന്റെ ഭടന്മാരാണ്. ഇത് ഞങ്ങളുടെ രാജകൊട്ടാരവും ഞാൻ ഇവരുടെ രാജാവാണ്. ഫ്രാങ്ക്ലിൻ ഭയ് എന്താടാ രാജാവും രാജകൊട്ടാരവും ഭടന്മാരും എന്തൊക്കെയാടാ ഇവിടെ നടക്കണത്? ഇതാണ് നിന്റെ കൊട്ടാരം. 2 കൊട്ടാരം ഉണ്ടല്ലോ. ഈ കൊട്ടാരം അത്ര ഇങ്ങനെ ഇരിക്കണ അതും സഹിക്കാം, പക്ഷെ ഇവരുടെ രാജാവ് നീയാണെന്ന്. കിരീടമില്ലാത്ത രാജാവേ. അവന്റെ വണ്ടി പെട്ടി എല്ലാം വെച്ച് ഡ്രസ്സ് മാറുന്ന റൂമില്. കാര്യം നമ്മൾ ഒരേ ഡ്രസ്സാണ് എല്ലാ ദിവസം ഇടണമെങ്കിലും ഇവിടെ അലങ്കോലാക്കണ എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയില്ല. ഞാനൊന്ന് മേള് വരെ പോയി ഒന്ന് TV കാണാൻ വേണ്ടി പോവാ. ഞാൻ തിരിച്ചു വരുമ്പോ ഇത് ഫുള്ള് ക്ലീൻ ആയിരിക്കണം. ഒരൊറ്റ സാധനങ്ങളോടെ കാണാൻ പാടില്ല. ഇവിടെ എങ്ങാനും ഞാൻ തിരിച്ചു വരുമ്പോ സാധനങ്ങൾ കാണുവാണെങ്കിൽ എല്ലാം കൂടി വലിച്ചു വരിട്ട് കത്തിക്കും ഞാൻ. ഇങ്ങോട്ടൊന്നും പറയണ്ട, നീ അങ്ങോട്ട് പറയണ കേട്ടാ മതി. ഈ വീട് അലങ്കോലാക്കാനോ നടക്കാൻ പോലും പറ്റാത്ത രീതി ആക്കി വെച്ചേക്കണ്ടില്ലേ ബ്ലാഡി ഫുൾ. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, തിരിച്ചു വരുമ്പോ അതെങ്ങാനും അവിടെ ഇരിക്കണം ഞാൻ കണ്ടാൽ പിന്നെ ആ കളിപ്പാട്ടൊന്നും ഈ വീട്ടിൽ കാണില്ല. നിന്റെ വണ്ടി അടക്കം ഞാൻ കത്തിക്കും. അല്ല പിന്നെ വീട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കണം. കണ്ടില്ലേ ഇവിടെ കിടക്കണ പോലെ. ടിവിയിൽ എന്താ ഉള്ളത് നോക്കട്ടെ. ലോസ് ആൻഡസ് ഗവൺമെന്റ് പുറത്തുവിടുന്ന പ്രധാന വാർത്ത. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മതി TV കേട്ടത്. ആ ഷിൻചാന് ഞാനൊരു കാര്യം പറഞ്ഞിട്ടല്ലേ പോകുന്നത്. അവന് ചെയ്തൊന്ന് പോയി നോക്കട്ടെ. ഇത്രയും സമയം മതി അവന്റെ കളിപ്പാട്ടൊക്കെ മാറ്റാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ കളിപ്പാട്ടം അവിടെ ഇവിടെ ഇടുന്ന പ്രായമൊക്കെ കഴിഞ്ഞ അവൻ വലുതായി. എവിടെ നോക്കട്ടെ, അവന് പറഞ്ഞ അനുസരണോ. വെയിറ്റ്, അവൻ മാറ്റിടാ. ഞാൻ വിചാരിച്ചു അവൻ പറഞ്ഞ കേൾക്കൊന്നുമില്ല, മാറ്റില്ലെന്ന്. പക്ഷെ അവൻ മാറ്റി. അതുകൊണ്ട് അവന്റെ കളിപ്പാട്ടം എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇപ്പൊ കാണാൻ തന്നെ എന്താ രസം നോക്കിയേ. ഇവിടെ ഈസി ആയിട്ട് കയറി ഡ്രസ്സും മാറാം, എല്ലാം മാറാം. അതൊക്കെ ഓക്കെ. പക്ഷെ അവൻ എന്ത് ചെയ്യ? ഷിൻചാൻ അവനിവിടെ കാണാനല്ല. ഷിൻചാനെ എത്തി അവൻ നാട് വിട്ടാ. ഓ വെയിറ്റ്, ആ പാട്ട എന്തോ ഉണ്ടല്ലോളാ. ഷിൻചാനെ നിന്റെ അകത്തുനിന്ന് മാറ്റിയപ്പോ നീ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാ. ഇതൊക്കെ ഇവിടെ വെച്ചാ എങ്ങനെയാണ് നടക്കണത്? ഇത്രയും സ്ഥലമുള്ള വീട്ടിൽ ഈ സാധനം ഇവിടെയാണോ കൊണ്ട വെക്കണത്? ഇത് കണ്ട നടക്കാൻ തന്നെ എന്ത് പാടാ, പറ്റണില്ല പോകാൻ വേണ്ടിട്ട് അങ്ങോട്ട്. ഷിൻചാനെ നീ ഇവിടെ ആളെ കൊണ്ട വെക്കണം. നിന്നോട് ഞാൻ പറയില്ല കളിപ്പാട്ടം എവിടെയെങ്കിലും ഒതുക്കി വെക്കാൻ വേണ്ടിട്ട്. എല്ലായിടത്തും മാറുന്ന് കളിക്കടാ, ഇവിടെ ഇത്ര സ്ഥലമില്ലേ? ഫ്രാങ്ക്ലിൻ ഭയ് അല്ലേ പറഞ്ഞ വീടിനകത്ത് എടുത്തോണ്ട് പോകാൻ വേണ്ടിട്ട്. ഞാൻ ഇവിടെ വന്ന് വെച്ചപ്പോ അത് പറയണം. ടോപ്പാണെങ്കിൽ അവന്റെ സ്ഥലത്ത് ഇത് വെക്കാൻ വേണ്ടി സമ്മതിക്കണില്ല. അവിടെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ വീട്ടിലുള്ള എല്ലാ സ്ഥലത്തും ഭയങ്കര വെയിലും ആകെ ഒരു ഇത്തിരി തണലുള്ള സ്ഥലം ഇവിടെ ഉള്ളത്. എന്നും പറഞ്ഞ് ഇവിടെയാണോ കൊണ്ട വെക്കണത്? ഇത് ഈ സ്റ്റെപ്പ് അല്ലേ ഇത്? ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ സ്ഥലമല്ലടാ. ഇതൊക്കെ ഞാൻ പറഞ്ഞു എന്നോടാ ഷിൻചാനെ, നിനക്ക് സാമാന്യ ബുദ്ധിയില്ലടാ. ഒരു സ്റ്റെപ്പിന്റെ അവിടെ കൊണ്ടാണോ ഇത് വെക്കണത്? നിന്നെ നല്ല ചുട്ടടിച്ചു തരാത്തിന്റെ പ്രശ്നം എനിക്ക്. എന്താ ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് എന്ന് പറഞ്ഞിട്ട് നീ ഇരുന്ന് ചിരിക്കണത്? എന്താ കണ്ണുനീരൊക്കെ? നീ കരയുമായിരുന്നാ? ഫ്രാങ്ക്ലിൻ ഭയ്ക്ക് എന്നോട് ഒരു സ്നേഹമില്ല. ഫ്രാങ്ക്ലിൻ ഭയ് വീട്ടിൽ വെച്ച് കളിക്കാൻ വേണ്ടി സമ്മതിക്കില്ല. എനിക്ക് വീട്ടിൽ റൂമില്ല, ബെഡില്ല. ഞാൻ അവിടെ ഇവിടെ കിടക്കും. ചോപ്പ് പോലും അല്ല അവിടെ കളിക്കാൻ വേണ്ടി സമ്മതിക്കില്ല. എങ്ങനെയാണ് ഞാൻ എന്തിനാ ഫ്രാങ്ക്ലിൻ ഭയ് ഈ വീട്ടിൽ എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടേക്കും? ഫ്രാങ്ക്ലിൻ ഭയ് ഞാൻ പോവാ. നീ കരയല്ലേ, ഇമോഷണൽ ആവില്ലേ? നീ ഒന്ന് അടങ്ങ്. നീ ഇത് ഇവിടെ വെച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞത്. എന്തിപ്പോ നിന്റെ പ്രശ്നം? നിനക്ക് കളിക്കാൻ വേണ്ടി ഒരു സ്ഥലമില്ലല്ലേ? അതിപ്പോ വീടിന്റെ മേളിലാണെങ്കിൽ വെയിലാണ്. ഇവിടെ ഫുള്ള് വെയിലാണല്ലോ ദൈവമേ. പറഞ്ഞു വരുമ്പോ ഷിൻചാൻ ഇവിടെ കളിക്കാൻ വേണ്ടി സ്ഥലമോ റൂമോ ഇല്ലല്ലേ? സോറി, ഞാൻ അതങ്ങ് ആലോചിച്ചില്ല. പക്ഷെ ഈ ഒരു കളിപ്പാട്ടങ്ങളൊന്നും ഇവിടെ ഒന്നും വെക്കാൻ വേണ്ടി പാടില്ലടാ, അത് മോശമാണ്. ഓക്കെ ഷിൻചാൻ, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ കളിപ്പാട്ടം വെക്കാനും പിന്നെ നിനക്ക് കിടക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ വീടൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് പുതിയൊരു റൂം വെക്കാം. എന്തായാലും നിനക്ക് ഒരു റൂം വേണമല്ലോ. ഓക്കെടാ, നിന്റെ ഇഷ്ടത്തിന് നീ പറഞ്ഞ രീതിയിൽ ഒരു അടിപൊളി റൂം ഞാൻ സെറ്റ് ചെയ്തിട്ടാ. നീ ആ കരച്ചിലൊന്നും നിർത്ത്. എന്താ ഫ്രാങ്ക്ലിൻ ഭയ് എന്റെ ഇഷ്ടത്തിന് ഇവിടെ ഒരു റൂം എടുത്തു തരാന്നാ? എപ്പോഴാ ഫ്രാങ്ക്ലിൻ ഭയ് പണിയാൻ വേണ്ടി പോണത്? എന്നാ ഫ്രാങ്ക്ലിൻ ഭയ് ഇപ്പൊ തന്നെ പോയി പണിയാ ഫ്രാങ്ക്ലിൻ ഭയ്. അത് ശരി, അപ്പൊ നിന്റെ കരച്ചിലൊക്കെ ഇപ്പൊ പോയല്ലേ? കള്ള ബ്ലേഡി ഫുൾ കള്ള കരച്ചിലായിട്ട് ഇറങ്ങി വെക്കുക. ഓക്കെ ഷിൻചാനെ, തൽക്കാലം നീ ഇതൊക്കെ എടുത്ത് ഈ പെട്ടിക്കകത്താക്കി അകത്ത് വല്ലതും കൊണ്ട വെക്ക്. എന്നിട്ട് നമുക്കൊരു സ്ഥലം വരെ പോവാം. ഈ വീട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നല്ലൊരു എഞ്ചിനീയറിനെ പോയി കാണാൻ വേണ്ടിട്ട്. ഞാൻ ഇപ്പൊ തന്നെ ഇതെടുത്ത് വെക്കാം. ഓക്കെ റെഡി, പോവാം ഫ്രാങ്ക്ലിൻ ഭയ്. സോ ഫാസ്റ്റ്, ഇത്ര പെട്ടെന്ന് സാധനമൊക്കെ എടുത്ത് വെച്ച് ഇവിടെ വൃത്തിയാക്കി. ഓക്കെടാ, എന്നാ വാ എഞ്ചിനീയറിന്റെ ഓഫീസ് വരെ പോകണം. എടാ ചോപ്പേ, നീ ഇവിടെ തന്നെ ഇരിക്കും. ഞങ്ങളൊന്ന് പുറത്ത് വരെ പോയിട്ട് വരാം. ഒരു ആവശ്യത്തിൽ വീട് അപ്ഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞു പോയല്ലോ. പിന്നെ കുറെ നാളായി ഞാനും വിചാരിക്കണേ വീടൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം, വീടൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന്. എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട്. ഓക്കെ ഷിൻചാനെ, വാ വണ്ടിയിലേക്ക് കയറി.
ഓക്കെ, നേരെ സിറ്റിയിലേക്ക്. ലോസ് ആൻഡോസിൽ പുതിയൊരു എഞ്ചിനീയർ വന്നിട്ടുണ്ടെന്നോ കേട്ടോ. വെറൈറ്റി ആയിട്ട് വീടൊക്കെ വെക്കണം, അയാളെ പോയി കാണാം. ഓക്കെ, അങ്ങനെ എഞ്ചിനീയർ ആയിട്ട് തിരിച്ചെത്തി. എഞ്ചിനീയർ സാർ, ഇതാണ് നിങ്ങളുടെ വീട്. ഇത് നോക്കിയിട്ട് നല്ലൊരു പ്ലാനറ്റ് ഈ ഷിൻചാൻ ഈ പയ്യന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരെണ്ണം സെറ്റ് ചെയ്താ. ഓ ഓക്കെ ഫ്രാങ്ക്ലി, അപ്പൊ ഇതായാലും നിങ്ങളുടെ വീട്, ഈ വീട് നല്ല വീട് തന്നെയാണല്ലോ. എന്തായാലും നിങ്ങളുടെ പയ്യന് വേണ്ടിയല്ലേ അത് ഞാൻ സെറ്റ് ചെയ്തരാം. അപ്പൊ ഈ വീട് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു നല്ല ലുക്ക് കിട്ടണം. മൊത്തത്തിൽ ഞാൻ നോക്കട്ടെ, എന്നിട്ട് വേണം എനിക്ക് അതിനുള്ള പ്ലാൻ റെഡി ആക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഇതിന്റെ ബേസ് പാർട്ടിലൊന്നും തൊടാൻ വേണ്ടി പാടില്ല, കാരണം അതൊക്കെ നല്ല ഗുഡ് ബിൽട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ വീട് മൊത്തത്തിലൊന്ന് ചുറ്റി നടന്ന് നോക്കട്ടെ. ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. ഈ വീട്ടിൽ നല്ല സ്ഥലമുണ്ട് വീട് പണിയാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ ഒരു ഫ്ലോട്ടിംഗ് ഹൗസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പുതിയൊരു സംഭവം ഉണ്ടാക്കാം. അങ്ങനെ ഒത്തിരി ഒത്തിരി ഐഡിയാസ് എന്റെ കയ്യിലുണ്ട്. ഓക്കെ മോനെ, കുറച്ച് മോഡൽസ് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനത് കാണിക്കാം. നിനക്ക് ഏതാണോ വേണ്ടത് അത് പറഞ്ഞാൽ മതി, നമുക്ക് ആ രീതിയിൽ ബിൽഡിങ്സ് പണിയാം. പിന്നെ ഇതൊരു സാമ്പിൾ ആണ്, പണിത് വരുമ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ കാണും കേട്ടോ. ഓക്കെ മോനെ, നമ്മുടെ ഫസ്റ്റ് മോഡൽ ഇതാണ്. ഇതൊന്നും താഴ്ത്തു നില നോക്കണ്ട, മേളത്തെ നില മാത്രം നോക്കിയാൽ മതി. ഇതാവുമ്പോൾ നമ്മുടെ ഈ ഒരു വീടിന്റെ മേളത്തെ നില ഈ ഒരു നിലയായിട്ട് വരും. അതാണ് ഫസ്റ്റ് മോഡൽ. പിന്നെ സെക്കൻഡ് മോഡൽ ഇതാണ്. പിന്നെ തേർഡ് മോഡൽ ഇത്. പറയണ മോനെ, ഏത് വേണം നിനക്ക്? ഇതെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്, വ്യക്തമായിട്ട് നോക്കിക്കോ. ഇതെന്ത് സാധാ വീട് പോലെ വെറൈറ്റി ആയിട്ട് എന്തോ വീടുണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഫ്രാങ്ക്ലിൻ ബൈ ഇതെന്താ സാധാ വീട്? എടാ ഇത് വെറൈറ്റി അല്ലേ, നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ വീടൊന്നും ഇല്ല. അപ്പൊ വെറൈറ്റി അല്ലേ ഇത്? ഓ ബേബി സാർ, എനിക്കറിയാം പിള്ളേര് ഇതൊക്കെ പറയുള്ളത്. ഇവന് വേണ്ടി സ്പെഷ്യൽ സാധനം എന്റെ കയ്യിലുണ്ട്. ഇതൊക്കെ എന്റെ സൈക്കോളജിക്കൽ മൂവ് അല്ലേ. ഇത് കറങ്ങി തിരിഞ്ഞ് അവിടെ വരുമെന്ന് എനിക്കറിയാം. അങ്ങനെയെങ്കിൽ പിന്നൊരു മോഡൽ ഇതാണ്. പിന്നെ എന്റെ കയ്യിൽ പിള്ളേർക്കൊക്കെ പറ്റിയ ഒരു വെറൈറ്റി മോഡൽ ഉണ്ട്. ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കണം മോനെ, ഇതിൽ വീഴാത്ത പിള്ളേരില്ല. ഇത് കൊള്ളാലോ എഞ്ചിനീയർ സർ. ഫ്രാങ്ക്ലിൻ ബൈ ഇത് കൊള്ളാം, ഇത് മതി. വീടിന്റെ മേലെ എയറോപ്ലെയിൻ. എയറോപ്ലെയിനാ? അതായത് നമ്മൾ നമ്മുടെ വീട് എയറോപ്ലെയിനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പോവാന്നോ? എന്തായാലും നിനക്ക് ഇഷ്ടമുള്ള പോലെ ഷിൻചാനെ, നിനക്ക് വേണ്ടി അത് ചെയ്യണത്. നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കണേ. നിന്റെ പോലെയുള്ള പിള്ളേരെ വളക്കാൻ വേണ്ടിയാടാ ഈ സാധനമൊക്കെ എന്റെ കയ്യിലുള്ളത്. അപ്പൊ എങ്ങനെ അതങ്ങ് ഫിക്സ് ചെയ്യട്ടെ? ഓക്കെ, അതങ്ങ് ഫിക്സ് ചെയ്തേക്ക്. പക്ഷെ ഷിൻചാനെ, ഇനി നിന്റെ കളിപ്പാട്ടോടെ അങ്ങനെ കിടക്കണ എന്റെ സ്വഭാവം മാറും, മനസ്സിലായോ? ഫ്രാങ്ക്ലിൻ ബൈ എനിക്കൊരു റൂം ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ അവിടെ കൊണ്ട് കളിപ്പാട്ട് ഇടുന്നത്? ഓക്കെ, അപ്പൊ അത് ഫിക്സ്. എയറോപ്ലെയിൻ വീട് എന്ന് പറയുമ്പോൾ ഇതിന്റെ മേളിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോഴത്തേക്കും ഇതൊരു 3 നില വീടാകും കേട്ടോ. പിന്നെ പ്രൈസ് അതിനൊരു $1 million ചെലവാകും. എന്ത് $1 million? ആഹാ, അത് കുറച്ച് കൂടുതലല്ലേ. EMI കിട്ടോ? EMI ഒന്നുമില്ല. $1 million റെഡി ക്യാഷ് തരേണ്ടി വരും കേട്ടോ. പക്ഷേ $1 million എന്ന് പറയുമ്പോ അക്കൗണ്ടിലുള്ള ഫുൾ പൈസ എടുക്കേണ്ടി വരും. ഷിൻചാനെ, നിന്റെ കളിപ്പാട്ടം വെക്കാൻ വേണ്ടി $1 million ചെലവ്. ഫ്രാങ്ക്ലിൻ ബൈ എനിക്ക് വേണ്ടി ഇത് വേണ്ട കള്ളക്കാവടി പിന്നെ കരയാൻ വേണ്ടി തുടങ്ങി. നമ്മുടെ വീടിന് വേണ്ടിയല്ലേ. ഓക്കെ ഏട്ടാ, $1 million സെറ്റ്. പണിയപ്പോ എങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങിക്കോ. പൈസയൊക്കെ അക്കൗണ്ടിലുണ്ട്, എല്ലാം വാരിപ്പറക്കി തരാൻ ഞാൻ. ഓക്കെ, അങ്ങനെയെങ്കിൽ നാളെ തന്നെ നമുക്ക് പണി തുടങ്ങാം. അപ്പൊ നാളത്തേക്ക് പൈസ റെഡിയാക്കി വെച്ചേക്കും. നാളെ രാവിലെ കൃത്യം 9:30-10 മണിക്കുള്ളിൽ ഞാൻ പണിക്കാരുമായിട്ട് വന്ന് പണി തുടങ്ങുന്നതാണ്. അതിലൊരു മാറ്റവും ഇല്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ശരി. ഓക്കെ എഞ്ചിനീയർ സാർ, വാ, ഞാൻ അങ്ങോട്ടേക്ക് ആക്കാം. പിന്നെ എനിക്ക് ബാങ്കിൽ നിന്ന് പൈസ എടുക്കണം. കമോൺ കേറ്. എഞ്ചിനീയർ സാർ, നാളെ കറക്റ്റ് 9:30 വരില്ലേ? ആടാ വരും 9:30-10 മണി മാക്സിമം. അതിനു മുമ്പ് ഞാൻ പണിക്കാരൊക്കെ ആയിട്ട് വരും. ഫ്രാങ്ക്ലിൻ ബൈ എഴുന്നേക്ക് ഫ്രാങ്ക്ലിൻ ബൈ. അവരെ കണ്ടില്ല ഫ്രാങ്ക്ലിൻ ബൈ. അവരെ കണ്ടില്ലെന്നാ? ആരെ കണ്ടില്ലെന്ന്? രാവിലെ എഴുന്നേറ്റ് എന്താ പരിപാടി? ഫ്രാങ്ക്ലിൻ ബൈ മറന്നാ, ഇന്നലെ നമ്മുടെ വീട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ആ എഞ്ചിനീയർ ആൾക്കാരെയും കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞത്. അവരിതുവരെ കണ്ടില്ലെന്ന്. ഓ അതാണ് കാര്യം. അതിനാണ് രാവിലെ എഴുന്നേറ്റ് നിക്കണത്. അത് ഇന്നല്ലേ പറഞ്ഞത്? ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ഓർത്തിരിക്കില്ലെന്നേ. ഇനിയിപ്പോ സമയം എന്താണ്? സമയം 9 മണിയല്ലേ ആയുള്ളൂ. പുള്ളി പറഞ്ഞത് 9:30-10 മണിയാകുമ്പോ വരാന്നല്ലേ. ഈ രാവിലെ എഴുന്നേറ്റ് പുള്ളിനെ നോക്കിക്കൊണ്ടിരിക്കുവല്ലേ. എന്താ സ്വന്തമായിട്ട് റൂമൊക്കെ വരുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ഇരിക്കുവല്ലേ. അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ഉള്ളപ്പോ അവൻ എക്സൈറ്റഡ്. അത് പറയാം. ഷിൻചാനെ, പേഷ്യൻസ് ഇസ് ദ കീ ടു ദി സക്സസ്. കേട്ടിട്ടില്ലേ നീ? വെയിറ്റ് ചെയ്യും. 9:10 മണിയാകുമ്പോ പുള്ളി വർക്കേഴ്സിനെ കൂട്ടി വരാന്നും പറഞ്ഞല്ലേ പോയത്. പുള്ളി ആ സമയമാകുമ്പോ വന്നോളൂ. നീ വെറുതെ അതും ആലോചിച്ച് എന്റെ ഉറക്കം കളഞ്ഞ്. എന്തായാലും വാ, ഇപ്പൊ തന്നെ എഞ്ചിനീയർ വരും. സമയം ആവാറായിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഞാനും അത് ആലോചിക്കണത്, എങ്ങനെ ഈ വീട് എയറോപ്ലെയിനിലേക്ക് മാറ്റും. ഹൗ ഇസ് ദിസ് പോസിബിൾ? കണ്ടറിയാം. അവരെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിക്കാം.